പ്രീതി സോഡിയാക്ക് അധികം വിശേഷണങ്ങളൊന്നുമില്ലാണ്ട് പരിചയപ്പെടുത്താവുന്ന ഒരു ബ്രാൻഡാണ്, ഒരു മോഡലാണ് പ്രീതി സോഡിയാക്ക് എന്ന് പറയുന്നത്. സോഡിയാക്കിൻ്റെ 3 മോഡൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പ്രീതി സോഡിയാക്ക്, സോഡിയാക്ക് 2.0, സോഡിയാക്ക് കോസ്മോ. ഈ 3 മോഡലിൽ ഏറ്റവും പ്രൈസിങ് കുറഞ്ഞ ഏറ്റവും ആദ്യത്തെ മോഡൽ, 3 മോഡലിൽ ഏറ്റവും ആദ്യത്തെ മോഡലാണ് പ്രീതി സോഡിയാക്ക് എന്ന് പറയുന്നത്. ആ ഒരു മോഡലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത്. ഈ ഒരു ബോക്സിലാണ് നമ്മുടെ മിക്സി വരുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു ബോക്സ് ആണ് വരുന്നത്. 11 കിലോയാണ് ഈ ഒരു ബോക്സിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 750 വാട്ട്സ് ആണ് പ്രീതി സോഡിയാക്ക് ഈ ഒരു മോഡലിന്റെ പവർ വരുന്നത്. 18,000 RPM വരുന്നുണ്ട്. 2 വർഷമാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫുൾ കവർ ആയിട്ടുള്ള വാറണ്ടി. 5 വർഷം മോട്ടറിന് മാത്രം കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ മിക്സർ ഗ്രൈൻഡർ വരുന്നത്. മാസ്റ്റർ ജാർ അടക്കം 5 ജാറുകളാണ് മിക്സിക്കുള്ളത്. നമുക്ക് ഈ ഒരു മിക്സി കാണുമ്പോൾ നമുക്ക് കുറച്ച് വില കൂടിയ മിക്സിയാണെന്ന് അതിൻ്റെ ആ ഒരു മോട്ടർ അതുപോലെ ജാറുകൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. നമ്മൾ കുറച്ച് പൈസ കൊടുത്ത്, കൂടുതൽ പൈസ കൊടുത്ത് വില കൂടിയ മിക്സിയാണെന്ന് നമുക്ക് ആ ഒരു കാഴ്ചയെ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും, അറിയാനായിട്ട് സാധിക്കും. മോട്ടർ യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ആ ഒരു മോട്ടർ യൂണിറ്റ് വരുന്നത്. മേളിലായിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിംഗ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു നോബിന് ചുറ്റുമായിട്ട് നമുക്കൊരു ബ്ലൂ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിലായിട്ട് ഒരു ബ്ലൂ ലൈറ്റ് തന്നെ വരുന്നുണ്ട്. അതൊരു ഇൻഡിക്കേഷൻ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഓവർലോഡൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ ലൈറ്റ് മാറി റെഡ് ലൈറ്റ് ആവും. അപ്പോൾ അതൊരു ഇൻഡിക്കേഷൻ ആണ്. ഈ ഒരു മോട്ടറിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൈപോഡ് ഡിസൈൻ എന്നാണ് കമ്പനി അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു അടിവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ആ ഒരു അടിവശം വരുന്നത്. ഓവറോൾ പ്രൊട്ടക്ഷൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വാക്വം വരുന്നുണ്ട്. പിന്നെ പ്ലഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പ്ലഗ് ആയിരിക്കും വരുന്നത്. 1.5 മീറ്ററാണ് ഈ ഒരു വയറിൻ്റെ നീളം വരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് ആ ഒരു കപ്ലർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈലോൺ കപ്ലറാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. 5 ജാറിൻ്റെയും ആ ഒരു കപ്ലർ വരുന്നത് നൈലോൺ കപ്ലറാണ് വരുന്നത്. ഇനി ജാറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ ജാർ വരുന്നതാണ് മാസ്റ്റർ ജാറാണ് വരുന്നത്. പ്രീതി സോഡിയാക്ക് എന്ന് പറയുന്ന മിക്സിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട്, ഏറ്റവും വലിയ സവിശേഷതയായിട്ട് കമ്പനി എടുത്തു പറയണത് ഈ ഒരു മാസ്റ്റർ ജാറാണ്. നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനായിട്ട്, ചോപ്പ് ചെയ്യാനായിട്ട്, മാവ് കുഴയ്ക്കാനായിട്ട്, സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട്, സിട്രിക് ജ്യൂസർ കണക്ട് ചെയ്യാനായിട്ട്, ഇതെല്ലാം കണക്ട് ചെയ്യണത്, ഇതെല്ലാം അറ്റാച്ച് ചെയ്യണത് ഈ ഒരു മാസ്റ്റർ ജാറിലേക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ, ഏറ്റവും വലിയ സവിശേഷതയാണ് ഈ ഒരു ജാറെന്ന് എടുത്തു പറയണത്. ഈ ഒരു മോഡലിൻ്റെ ഈ ഒരു മെറ്റീരിയൽ വരുന്നത് പോളികാർബൺ ആണ്. മാസ്റ്റർ ജാറിൻ്റെ അടിയിലായിട്ട് ഇത്തരത്തിലൊരു ഗിയർ ബോട്ടം വരുന്നുണ്ട്. നമുക്കിത് ഈ ഒരു ജാറിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഗിയർ ബോട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിക്ക് സ്പീഡ് കൂടുതലാണ്. 750 വാട്ട്സ് നമ്മുടെ മിക്സിയുടെ പവർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ജാറ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രൈൻഡ് ചെയ്യാനും, മാവ് കുഴയ്ക്കാനും, ചോപ്പ് ചെയ്യാനും, സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യാനാണെന്നൊക്കെ. അപ്പോൾ അതിന് നമുക്ക് ഈ പറയുന്ന 750 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ ഇത്രയും കൂടിയ വാട്ട്സിൻ്റെ സ്പീഡിൻ്റെ ആവശ്യമില്ല. ആ സ്പീഡ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഗിയർ ബോട്ടം യൂസ് ചെയ്യണത്. മാസ്റ്റർ ജാർ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു ബ്ലേഡ് കപ്ലർ വരുന്നുണ്ട്. ഈ ഒരു കപ്ലർ ഇതിൽ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള എല്ലാ ബ്ലേഡുകളും അതിൻ്റെ ആക്സറീസും ഈ ഒരു ബ്ലേഡ് കപ്ലറിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യണത്. ആദ്യം നമ്മൾ മാവ് കുഴക്കണത് എങ്ങനെയെന്നാണ് നോക്കാൻ പോണത്. അതിനായിട്ട് ഈ ഒരു ബ്ലേഡാണ് നമ്മൾ യൂസ് ചെയ്യണത്. അത് നേരെ ഈ ഒരു ബ്ലേഡ് കപ്ലറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടി ഇടാനായിട്ട് ഒരു മെഷർമെൻറ്റ് കപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് കപ്പിൽ നമുക്ക് 1 കപ്പ് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളവും, 2 കപ്പ് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളവും. അതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്പീഡ് 1 ഇട്ട് കൊടുക്കേണ്ടത്. വേറെ ഒരു സ്പീഡും നിങ്ങൾ കൊടുക്കരുത്. ഫസ്റ്റ് സ്പീഡ് മാത്രം നിങ്ങളിട്ട് യൂസ് ചെയ്യുക. 1 മിനിറ്റിൽ നിങ്ങൾക്ക് 300 ഗ്രാം പൊടി നമുക്ക് ഇതിൽ കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 10 ചപ്പാത്തി നിങ്ങൾക്ക് അത് വെച്ച് ഉണ്ടാക്കാനും പറ്റും. അടുത്തത് ചോപ്പ് ചെയ്യാനായിട്ടുള്ള ബ്ലേഡ് വരുന്നതാണ് കേട്ടോ. നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്. നിങ്ങളുടെ കൈയൊക്കെ മുറിയാണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. നേരെ ഈ ഒരു ബ്ലേഡ് ഹോൾഡറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്താണോ ചോപ്പ് ചെയ്യാനായിട്ടുള്ളത്, സവാളയോ തക്കാളിയോ അല്ലെങ്കിൽ മീറ്റൊക്കെ നമുക്ക് ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പൾസ് എന്ന് പറയുന്ന ആ ഒരു ബട്ടറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വേറെ ഒരു സ്പീഡും നിങ്ങൾ ഉപയോഗിക്കേണ്ട. പൾസ് എന്ന് പറയുന്നത് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അടുത്തത് സിട്രിക് ജ്യൂസർ. നമുക്കിത് ജസ്റ്റ് ഇതിൻ്റെ മേളിലേക്ക് ഈ രീതിയിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റായി. ഓറഞ്ച്, നാരങ്ങയൊക്കെ നമുക്ക് നീര് മാത്രമായിട്ട് സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സിട്രിക് ജ്യൂസർ യൂസ് ചെയ്യണത്. ഗ്രൈൻഡ് ചെയ്യാനും സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യാനായിട്ടുള്ള 2 ബ്ലേഡുകൾ വരുന്നതാണ്. ഇത് നമ്മൾ ബ്ലേഡ് റൗണ്ട് ഹോൾഡറിലേക്ക് ഈ രീതിയിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ മാസ്റ്റർ ജാറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. കവർ ചെയ്തതിന് ശേഷം എന്താണോ നമുക്ക് അതിൽ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യാനായിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യാനായിട്ടുള്ളത് അത് നമ്മൾ ഈ ഒരു ഹോള് വഴി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കിതിലൊരു മെഷർമെൻറ്റ് കപ്പ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കപ്പ് ഉപയോഗിച്ച് മേളിൽ ചെയ്യുന്നത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിലാണ് നമ്മൾ ഈ 2 ബ്ലേഡും യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്കത് ഊരിയെടുക്കണം എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റൗണ്ട് ഹോൾഡർ കമിഴ്ത്തി പിടിച്ചിട്ട് അതിൻ്റെ മേളിൽ ഈ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ അത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാണ്ട് നമ്മൾ കെയർലെസ് ആയിട്ടൊക്കെ അത് വലിച്ചു ഊരാനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര കൃത്യമായിട്ട് പറയണത്. അപ്പോൾ ഈ രീതിയിലാണ് അത് ഊരിയെടുക്കേണ്ടത്. ഇനി മറ്റ് ജാറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ജാറ് വരുന്നതാണ് ചട്നി ജാറാണ്. 0.5 ലിറ്ററാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. അരയ്ക്കാനും പൊടിക്കാനും നമുക്ക് ഈ ഒരു ജാറ് യൂസ് ചെയ്യാം. തൊട്ട് മുകളിലുള്ള ജാറ് വരുന്നതാണ് 1 ലിറ്ററാണ് ഈ ഒരു ജാറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അരയ്ക്കാനും പൊടിക്കാനും നമുക്ക് ഈ ഒരു ജാറ് യൂസ് ചെയ്യാം. അടുത്ത ജാറ് വരുന്നതാണ് 1.5 ലിറ്ററാണ് ഈ ഒരു ജാറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ജാറിൽ ജ്യൂസ് അടിക്കാനും അതുപോലെ അരയ്ക്കാനും ഉപയോഗിക്കാം. 4ാമത്തെ ജാറ് വരുന്നതാണ് 3-in-1 ഇൻസ്റ്റാ ഫ്രഷ് ജാർ എന്നാണ് ഈ ഒരു ജാറിനെ പറയണത്. അങ്ങനെ പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നമുക്ക് ഈ ഒരൊറ്റ ജാറ് കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നമുക്കിതൊരു ഫ്രഷ് ജ്യൂസറായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഉള്ളിലെ ബ്ലേഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ജ്യൂസർ മിക്സികളിൽ കാണുന്ന പോലത്തെ ആ ഒരു രീതിയിലുള്ള ബ്ലേഡാണ് ഇതിൽ വന്നേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൈനാപ്പിൾ, മുന്തിരിയൊക്കെ നമുക്കിതിൽ ഫ്രഷ് ജ്യൂസ് അടിക്കുന്ന രീതിയിൽ നമുക്കിതിൽ കിട്ടും. രണ്ടാമത്തത് നമുക്കിതൊരു സാധാ ഒരു ജ്യൂസർ ജാറായിട്ട് നമുക്കിത് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് 3 ജാർ മിക്സികളിലൊക്കെ വന്ന കൂട്ടത്ത് ആ ഒരു സാധാ ജ്യൂസർ ജാറായിട്ട് നമുക്കിത് ഉപയോഗിക്കുക. അതിനായിട്ട് നമ്മുടെ ഇതിനുള്ളിലുള്ള ആ ഒരു ഫ്രഷ് ജ്യൂസറിൻ്റെ പോലത്തെ ബ്ലേഡില്ലേ അത് നമുക്കിത് ചേഞ്ച് ചെയ്യണം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു ലിഡൊക്കെ ആദ്യം ചേഞ്ച് ചെയ്യുക. അതിൻ്റെ ഉള്ളിലുള്ള ഫിൽറ്റർ മാറ്റുക. നമുക്ക് ഈ ഒരു ബോട്ടം നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്ക് അൺലോക്ക് എന്ന് എഴുതിയാണ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മൾ ആദ്യം അൺലോക്ക് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ഈ രീതിയിൽ പിടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് ബലം കൊടുക്കേണ്ടി വരും, അല്ലാണ്ടൊന്നും അത് ഊരി പോരൂല. ആ ഒരു ബ്ലേഡ് ഊരിയെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു സാധാ ആ ഒരു ജ്യൂസർ ജാറിന് പറ്റിയ ആ ഒരു ബ്ലേഡ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ആ ഒരു ബ്ലേഡ് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു ബോട്ടം അത് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഇതിന് അഡീഷണൽ ഒരു ലിഡും കൂടി വരുന്നുണ്ട്. നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ലിഡാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ലിഡും ഇതിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ജ്യൂസ് അടിക്കാൻ പറ്റിയ സാധാ ഒരു ജാറായി. അപ്പോൾ ഇതാണ് രണ്ടാമത്തത് വരുന്നത്. മൂന്നാമത് നമ്മളിത് എക്സ്ട്രാക്ടർ ജാറായിട്ടാണ് യൂസ് ചെയ്യാൻ പോണത്. അതിനായിട്ട് നമ്മൾ ആ ഒരു ബ്ലേഡ്, ആ സെയിം ബ്ലേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഫിൽറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോഴാണ് എക്സ്ട്രാക്ടർ ജാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഫിൽറ്റർ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്യാപ്പും കൂടി വെച്ച് കൊടുക്കണേ. അതിൻ്റെ ആ ലിഡും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാക്ടർ ജാറായി. ഇതിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ തേങ്ങക്കൊത്തോ അതുപോലെ തന്നെ നമുക്ക് തേങ്ങ ചിരണ്ടിയതൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീര് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ 3 കാര്യങ്ങൾ ഈ ഒരൊറ്റ ജാറിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ ഒരു ജാറിന് 3-in-1 ഇൻസ്റ്റാ ഫ്രഷ് ജാർ എന്ന് പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രീതി സോഡിയാക് എന്ന് പറയുന്ന ഈ ഒരു മോഡലിനെ പറ്റി പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഫുഡ് പ്രോസസർ വേണം, മാവ് കുഴയ്ക്കണം, അതുപോലെ ചോപ്പ് ചെയ്യണം, ഗ്രൈൻഡ് ചെയ്യണം, സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രീതി സോഡിയാക്കിലേക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും പൈസ കുറഞ്ഞ അല്ലെങ്കിൽ പ്രീതിയുടെ തന്നെ വേറെ മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ, നിങ്ങളിതൊക്കെ ചെയ്യുമെങ്കിൽ മാത്രം ഇതിലേക്ക് വന്നാൽ മതി എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രീതിയുടെ തന്നെ ഒത്തിരി മോഡൽ നമുക്ക് വേറെ വാങ്ങിക്കാനായിട്ടുണ്ട്. ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൻ്റെ പ്രീതി സോഡിയാക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിൻ്റെ ഏകദേശം മാർക്കറ്റ് പ്രൈസ് വരുന്നത് 9,500 രൂപയാണ്.